ഇത് ആലപ്പുഴയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് നിന്റെ പേരിലാക്കിയതിൻ്റെ ആധാരമാണ്. നിന്റെ പപ്പ രാവിലെ വിളിച്ചപ്പോൾ എല്ലാം പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ നീ ഒരിക്കലും വെറുക്കരുത്. നിന്റെ മമ്മി ആസൂത്രണം ചെയ്ത ചതുക്കുയിൽ വീണെന്ന് സൂചിപ്പിച്ചുള്ളൂ. എന്താണ് സംഭവങ്ങളുടെ കിടപ്പെന്ന് എനിക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ഉറ്റ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇന്നുവരെ അവനത് എന്നോട് പറഞ്ഞിട്ടില്ല. അടുത്ത ആഴ്ച ഇവിടേക്ക് വരുന്നുണ്ട്. എല്ലാം വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ മൂളി. അങ്കിൾ പറഞ്ഞത് കേട്ടിട്ടും അയാൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ മുകളിലെ മുറിയിലേക്ക് കയറിപ്പോയി. എന്നാൽ ഞങ്ങൾ ഇറങ്ങുക അങ്കിൾ. ഇൻസ്പെക്ടർ വന്നതോടെ കൂടുതൽ ടൈം ഇരിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാനും ടെസയും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. വന്ന കാര്യം സാധിക്കാത്തതിൽ ഞാൻ കടുത്ത നിരാശയിലായിരുന്നു. ഞങ്ങൾ കരുനാഗപ്പള്ളി കഴിഞ്ഞ് ചവറയിൽ എത്തിയപ്പോൾ എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. എടുക്കണ്ടെന്ന് കരുതിയതാണ്. വീണ്ടും ബെല്ലടിച്ചപ്പോൾ ബുള്ളറ്റ് നിർത്തി ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്ത നമ്പർ എങ്കിലും കോൾ അറ്റൻഡ് ചെയ്തു. ബുള്ളറ്റിന് പിന്നിലിരുന്ന് ഞാൻ പപ്പക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വൈകിട്ട് 6 മണിക്ക് മുമ്പായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു. വണ്ടിയിൽ നിന്നിറങ്ങി ഞാൻ ഓടുകയായിരുന്നു. എനിക്ക് പിന്നാലെ ടെസയും. റിസപ്ഷന് മുമ്പിൽ ചെന്ന് ഞാൻ പപ്പയുടെ പേര് പറഞ്ഞതും അവർ ഐസ്വിന് മുന്നിലേക്ക് വിരൽ ചൂണ്ടി. ഞാനും ടെസയും കൂടി അങ്ങോട്ടോടി. അവിടെ ഐസ്വിന് മുമ്പിൽ മമ്മിയും ആങ്ങളെയും ശരണും കണ്ടതും അവരുടെ മുഖത്ത് അവജ്ഞ നിറഞ്ഞു. നിന്നൊരാളുടെ പറഞ്ഞത് ഇങ്ങോട്ട് വരാൻ. മുഖം ചുവപ്പിച്ച് മമ്മ എനിക്ക് മുന്നിലേക്ക് നീങ്ങി. കടക്കടി പുറത്ത്. നിന്റെ ആരാ ഇവിടെയുള്ളത്? അവർ ദേഷ്യത്തോടെ എനിക്ക് നേരെ വിരൽ ചൂണ്ടി. മിണ്ടരുത് നിങ്ങൾ. എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞാൽ മമ്മിയാണെന്നൊന്നും നോക്കില്ല. എന്തു പറഞ്ഞിട്ട് നീ തെരുവിൻ്റെ സന്നദ്ധ? അലറിക്കൊണ്ടവർ എനിക്ക് നേരെ ചീറി. എനിക്കാണെങ്കിൽ സമനിലയും തെറ്റി. പെട്ടെന്ന് ശരൺ വന്ന് അവരെ പിടിച്ചു മാറ്റി. ആൻറ്റി, ഇത് ഹോസ്പിറ്റലാണ്, മറക്കരുത്. അവർ മമ്മിയെ ശാസിച്ചു. എന്നിട്ട് എനിക്ക് അരികിലെത്തി. ഡി എന്നൊക്കെ വിളിക്കുന്നത് മറ്റു പെൺമാരും ചെന്ന് വിളിക്ക്. അയാം അഗ്നി. തൊട്ടാൽ നിന്നെയും ഭസ്മമാക്കിയേ പിന്മാറും. കുറച്ചു നേരത്തെ കാത്തുനിൽപ്പിന് ശേഷം അകത്ത് നിന്ന് ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നതും ഞാൻ അങ്ങോട്ട് ചെന്നു. ഡോക്ടർ എന്നെയൊന്ന് നോക്കിയിട്ടാണ് മറുപടി പറഞ്ഞത്. അഗ്നി, ഇങ്ങനെ വിശന്നിരിക്കാതെ വാ, എന്തെങ്കിലും കഴിക്കണം. കരയാതടി, നിന്റെ പപ്പക്കൊന്നും പറ്റില്ല. നീ വാ. ടെസ്സെന്നെ നിർബന്ധിപ്പിച്ച് എഴുന്നേൽപ്പിച്ചു. പുറത്തെ ഹോട്ടൽ ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ തിരികെ വീണ്ടും എത്തി. ഇവിടെ നിന്നിട്ടിന് കാര്യമില്ല, രാവിലെ വന്നാൽ മതി. ശരൺ വീണ്ടും കലിപ്പിച്ചതോടെ എൻ്റെ സമനില തെറ്റി. അഥവാ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിക്കപ്പെടണേ. അതിൻ്റെ മഹാനായത്. ചില സ്ത്രീകൾക്ക് എതിരെ അഹങ്കാരമാകും ഇവരെ പോലെ. ഞാൻ ടെസ്സയും വിളിച്ചു. അടുത്തുള്ള അത്യാവശ്യമെന്നുള്ളതെന്ന് തോന്നുന്ന ലോഡ്ജിലെത്തി. ബുള്ളറ്റ് ഹോസ്പിറ്റലിലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ വെച്ചു. ഞങ്ങൾക്ക് ലഭിച്ച റൂം നമ്പർ 5 മുമ്പിലെത്തി. ഡോറ് തുറന്ന് അകത്ത് കയറി. ടെസ്സയെ മൂളിയതും ഞങ്ങൾ റൂം ലോക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങി. ഏറ്റവും മുന്തിയ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും 2 ജോഡി ഇന്നർവെയറും ജീൻസും ബനിയനും എടുത്ത് ഡെബിറ്റ് കാർഡ് വെച്ച് ബില്ല് സെറ്റിൽ ചെയ്ത് തിരികെ റൂമിലെത്തി. ശരിയാണ് അവൾ പറഞ്ഞത്, ചിലതൊക്കെ അനുഭവങ്ങൾ ആയിട്ട് മുന്നിലുണ്ട്. റൂം പോയി ഫുഡിന് ഓർഡർ എടുക്കാൻ എത്തിയപ്പോൾ ടെസ്സ അവർക്ക് ഇഷ്ടമുള്ളത് ആവശ്യപ്പെട്ടു. ഞാനൊരു ആപ്പിൾ ജ്യൂസും. എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടില്ല. ഇതുവരെയുള്ള എൻ്റെ ലൈഫ് ഓർത്തങ്ങനെ കിടന്നു. പപ്പയുടെയും അമ്മയുടെയും മകളായി ജീവിച്ചിട്ട് പെട്ടെന്ന് ദിവസം ഞാൻ സ്വന്തം മകളെന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ കഴിയും? 19 വർഷം വളർത്തിയിട്ട് മമ്മിക്ക് എങ്ങനെ എന്നെ തള്ളി പറയാൻ കഴിഞ്ഞു? ഇപ്പോഴും എവിടൊക്കെയോ വ്യക്തമായി നിലനിൽക്കുന്നു. ഊഹിക്കാനും കഴിയുന്നില്ല. അഗ്നി എന്ന പേര് പോലെയാണ് എൻ്റെ സ്വഭാവമെങ്കിലും എൻ്റെ ഉള്ളിലും സാധാരണ പെണ്ണിൻ്റെ സങ്കടവും ദുഃഖവുമെല്ലാം ഉണ്ട്. അതാരും കാണുന്നില്ലെന്ന് മാത്രം. ഉച്ചയോടുകൂടി പപ്പയുടെ നിലയിൽ മാറ്റമുണ്ടെന്നും മരുന്നുകളോട് പ്രതികരിക്കുന്നെന്നും ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് ആശ്വാസമായി. 2 സർജറി തലക്ക് വേണ്ടിവരുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകി. കാരണം തലക്കാണ് നല്ല പരിക്ക്. 2 ദിവസം കഴിഞ്ഞേ സർജറി നടക്കുമെന്നും ഡോക്ടർ അറിയിച്ചു. പെട്ടെന്നാണ് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായത്. ഇന്നലെ എൻ്റെ ഫോണിൽ പപ്പക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞതാരാണ്? പരിചയമില്ലാത്ത നമ്പർ ആയിരുന്നു. 2-3 പ്രാവശ്യം വിളിച്ചിട്ട് അത് തന്നെ ആശയോടെ ഫോൺ കയ്യിൽ പിടിച്ചു എഴുന്നേറ്റു. ടെസ്സയുടെ കണ്ണുകളിൽ സംശയത്തിൻ്റെ നിഴൽ പരന്നു. ആണു തന്നെയാണ്. ഏറിയാൽ 30 വയസ്സിൽ താഴെയുടെ ഒരു ചെറുപ്പക്കാരൻ്റെ ശബ്ദം. എനിക്കൊരിക്കലും പരിചയമില്ലാത്ത സ്വരമാണതെന്ന് എനിക്കുറപ്പാണ്. ആരാണത്? ടെസ്സയാണ് ബുള്ളറ്റ് ഓടിക്കുന്നത്. കുറച്ച് തിരക്കൊഴിഞ്ഞ സ്ഥലമെത്തിയതും ടയാട്ട ഞങ്ങൾക്ക് കുറുകെ വിലങ്ങനെ നിന്നത്. ഗുണ്ടകൾ ചീറിക്കൊണ്ട് അയാൾക്ക് നേരെ തിരിഞ്ഞു.